പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായിട്ട് ഈശോ ഈ നിമിഷങ്ങളിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈശോ കടന്നു വരുന്നത്. മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴും വിധിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും നമ്മുടെ തെറ്റുകൾ ഓരോന്നായിട്ട് പറഞ്ഞ് നമ്മളെ മുറിവേൽപ്പിക്കുമ്പോഴും ദിവ്യകാരുണ്യത്തിലായിരിക്കുന്ന ഈശോ തൻ്റെ തിരുഹൃദയത്തോട് നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മെ നാമായി തന്നെ കണ്ടുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നന്മയായാലും തിന്മയായാലും വിശുദ്ധിയിൽ ജീവിച്ചാലും വിശുദ്ധി കുറഞ്ഞാലും കർത്താവ് നമ്മളെ തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്നു. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നാം ഇതാണ് കാണുന്നത്. എല്ലാം നശിച്ച് എല്ലാം നശിപ്പിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഓടിയകന്നിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് തിരിച്ചു വരുമ്പോൾ കർത്താവ് അവനെ ആലിംഗനം ചെയ്യുകയാണ്, തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്, അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് പോലെ ആരും നമ്മെ സ്നേഹിക്കുന്നില്ല. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ ആരും നമുക്ക് വേണ്ടി സഹിക്കുന്നില്ല. എല്ലാവരും നമ്മെ തെറ്റുകാരെന്ന് മുദ്രകുത്തി വിധിക്കുമ്പോഴും നമ്മുടെ കർത്താവ് നമ്മെ അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. അതാണ് ദൈവത്തിന് മനുഷ്യനോട്, ദൈവത്തിന് നമ്മോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും കരുണയും. നമ്മളിലേക്ക് സ്നേഹമായി കരുണയായി ദിവ്യ കാരുണ്യമായിട്ട് കടന്നു വരുന്ന ഈശോയെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ടതായ സഹനത്തിൻ്റെ ജീവിത മാർഗങ്ങളിൽ ചിലപ്പോഴൊക്കെ നാം ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഞാൻ സഹിക്കുന്നത്? എന്തുകൊണ്ടാണ് സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ഞാൻ ഇത്രമാത്രം നന്മയോടും വിശുദ്ധിയോടും നീതിയോടും കൂടിയൊക്കെ ജീവിച്ചിട്ടും എന്തിനാണ് ഇത്രമാത്രം സഹനങ്ങളും കുരിശുകളും വേദനകളും മുറിവുകളും രോഗങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 12-ാം വചനം ഇപ്രകാരം പറയുന്നു: ഈശോയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരൊക്കെ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും. മിശിഹായുടെ സഹനത്തോട് ഐക്യപ്പെട്ട് സ്വയം വിശുദ്ധിയിലൂടെ ചരിക്കുന്നവരൊക്കെ അവരുടെ വിശുദ്ധിയുടെ മാർഗമായിട്ട് തീർച്ചയായിട്ടും വലിയ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. നല്ലവര്, നീതിമാന്മാര്, വിശുദ്ധിയോടെ ജീവിക്കുന്നവരൊക്കെ അവരുടെ വിശുദ്ധിയുടെ ജീവിത മാർഗമായിട്ട്, വിശുദ്ധിയിലേക്കുള്ള മാർഗമായിട്ട്, അവരുടെ നീതിയുക്തമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നന്മയിൽ ചരിക്കുന്നവരൊക്കെ അവര് കൂടുതൽ കൂടുതൽ സഹിക്കേണ്ടതായിട്ട് വരുമെന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മീയ നവീകരണത്തിനു വേണ്ടി, മറ്റുള്ളവരുടെ വിശുദ്ധിക്ക് വേണ്ടി പലപ്പോഴും നാം സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും.
പല വിശുദ്ധരും തങ്ങളുടെ സഹനത്തിലൂടെ പല ആത്മാക്കളെയും നേടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നാം സഹിക്കേണ്ടതായിട്ട് വരാം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പലപ്പോഴും സഹിക്കാറുണ്ട്. അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി സഹിക്കാറുണ്ട്. ജീവിത പങ്കാളി തൻ്റെ ജീവിത പങ്കാളിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാറുണ്ട്. അതുപോലെ തന്നെ സഹനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ പാപത്തിൻ്റെ കറകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാനായിട്ട് നാം നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ട്, നമ്മൾ ജീവിതത്തിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹനത്തിലൂടെ വെട്ടി ഒരുക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വെട്ടി ഒരുക്കൽ പലപ്പോഴും ആവശ്യമാണ്. സഹനത്തിലൂടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ കർത്താവ് വെട്ടി ഒരുക്കി വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. നമ്മുടെ ജീവിതം എത്ര ഉന്നതമായ ദൗത്യത്തെയാണോ ഏറ്റെടുത്തിരിക്കുന്നത്, എത്ര വലിയ ദൗത്യത്തെയാണോ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്, അതിന് തക്ക ഉന്നതമായ സഹനം നാം ജീവിതത്തിൽ ഏറ്റെടുക്കണം. ഒരു വൈദികനായിട്ട് ജീവിക്കുന്ന അവസരത്തിൽ പൗരോഹിത്യത്തിൻ്റെ ആ ഉന്നതമായ ജീവിത വിശുദ്ധിക്കുതകുന്ന സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തേ മതിയാവൂ. ആത്മാവിനായിട്ട് ജീവിക്കുമ്പോൾ, കുടുംബത്തിൽ ഒരു പിതാവായിട്ട്, കുടുംബത്തിലൊരു മാതാവായിട്ട്, കുടുംബത്തിലെ ജീവിത പങ്കാളിയായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗമായി, ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജീവിത ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട്, ഉന്നതമായ ജീവിത വിളിക്കനുസൃതമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ സഹിക്കേണ്ടി വരിക എന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയ ദൈവവിളിയുടെ ഭാഗമാണ്. നാം ജീവിതത്തിൽ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം സഹിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. കുടുംബത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്നേഹബന്ധത്തിൽ നിന്നുരുത്തിരിയുന്ന സഹനങ്ങൾ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും വലിയ ശക്തിയോടും കൂടി നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കും. കൊറിന്ത്യസ്കാർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, സ്നേഹം സകലതും സഹിക്കുന്നു എന്ന്. നമുക്ക് സഹിക്കുവാനായിട്ട് വലിയ പ്രചോദനം നൽകുന്നത് സ്നേഹമാണ്. എവിടെ സ്നേഹം വറ്റി വരണ്ടു പോകുന്നുവോ, എവിടെ നമ്മൾ സ്നേഹത്തിൽ നിന്ന് ഓടിയകലുന്നുവോ, എവിടെ സ്നേഹം ശൂന്യമായി പോകുന്നുവോ അവിടെ സഹനങ്ങളും ഉണ്ടാവില്ല. എവിടെ സ്നേഹം അതിൻ്റെ ഏറ്റവും തീഷ്ണതയോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അവിടെ സഹനങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 13 അധ്യായത്തിൽ പറയുന്നത്, സ്നേഹം സകലതും സഹിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവുമൊക്കെ സ്നേഹത്താൽ നിറയുമ്പോൾ സഹനങ്ങളെ നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. എവിടെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം കുറയുന്നുവോ അവിടെ നമ്മൾ സഹനങ്ങളിൽ നിന്ന് ഓടിയകലുവാനായിട്ടുള്ള വ്യഗ്രത കാട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹനങ്ങൾ ആത്മാർത്ഥതയോടും ഏറ്റവും തീഷ്ണതയോടും കൂടി ഏറ്റെടുത്ത് സഹിച്ച് നമ്മെയും മറ്റുള്ളവരെയും നമ്മുടെ ജീവിതാവസ്ഥകളെയും ഒക്കെ വിശുദ്ധിയിലേക്ക് നമ്മുടെ സഹനത്തിലൂടെ നാം കൈപിടിച്ചുയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫലമുള്ള ജീവിതത്തിൽ കൂടുതൽ സഹനങ്ങളുണ്ടാകും. പ്രിയമുള്ളവരെ, അൽഫോൻസാമായും കൊച്ചു ത്രേസ്യായുമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായ ക്ലേശങ്ങളാൽ ബുദ്ധിമുട്ടിയപ്പോൾ, രോഗങ്ങൾ ക്ലേശങ്ങളിൽ ചുമച്ച് ചോര ഛർദ്ദിച്ച് വേദനിക്കുമ്പോഴും അവരെ സന്ദർശിച്ച അധികാരികളോട് അവർ പറഞ്ഞത്, ഈ സഹനത്തിലൂടെ ഞാൻ
ആത്മാക്കളെ നേടുകയാണ് എന്നാണ്. അത്രമാത്രം തീക്ഷ്ണമായ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർ ആ സഹനത്തിൽ നിന്ന് ഓടിയകന്നില്ല. അതിനൊക്കെ അപ്പുറമായിട്ട് അവർക്ക് ആത്മാക്കളെ തേടുവാനും നേടുവാനുമുള്ള വലിയ മാർഗങ്ങളായി മാറി അവരുടെ സഹനങ്ങൾ. ഫ്രാൻസിസ് അസീസി ശരീരത്തിലെ മുറിവുകളാൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോലും പറ്റാതെ വിഷമിച്ചപ്പോൾ ആ സഹനങ്ങളെ പ്രതി ആത്മാക്കളെ നേടുവാനായിട്ട് അവൻ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണുണ്ടായത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ നമ്മുടെ കർത്താവിനെ കാണുവാനുള്ള, ദൈവത്തെ കണ്ടെത്തുവാനുള്ള മാർഗമായിട്ട് പലപ്പോഴും മാറുകയാണ്. സഹനത്തിലൂടെ നാം എളിമയെന്ന പുണ്യം അഭ്യസിച്ചുകൊണ്ട്, സഹനത്തിലൂടെ നാം സ്വയം പരിത്യജിച്ചുകൊണ്ട്, സഹനത്തിലൂടെ ഒന്നുമില്ലാത്തവനെ പോലെ നാം മാറിക്കൊണ്ട് സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ ശക്തി, കൃപ, അഭിഷേകമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തിയാൽ നാം നിറയുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള പലവിധമായ പാപങ്ങളുടെ ശുദ്ധീകരണത്തിനുള്ള മാർഗമായി തീരുന്നു. നാം കുരിശുകൾ ഏറ്റെടുക്കുമ്പോൾ, നാം വേദന സഹിക്കുമ്പോൾ, നാം രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ, നാം ചെറുപ്പം മുതൽ ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപപങ്കിലമായ ജീവിത അവസ്ഥകളിൽ നിന്ന് നമുക്ക് വലിയ മോചനവും വലിയ ശുദ്ധതയും കൈവരിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മൾ സഹിക്കുമ്പോൾ നമ്മൾ ആത്മാക്കളെ നേടുകയാണ്. പല ആത്മാക്കളുടെയും മനസാന്തരത്തിനു വേണ്ടി നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹിക്കാം. അങ്ങനെ പലരും കർത്താവിലേക്ക് തിരിയുവാനും പാപവും പാപസാഹചര്യങ്ങൾ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാനുമുള്ള വലിയ അഭിഷേകം നമ്മുടെ സഹനത്തിലൂടെ മറ്റുള്ളവർ കൈവരിക്കുവാനായിട്ട് സാധിക്കും. ചില വിശുദ്ധരൊക്കെ അവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ ചോദിച്ചു വാങ്ങി ഈശോയോടും ആത്മാക്കളോടുമുള്ള സ്നേഹം പ്രകടമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹിക്കുന്ന ആത്മാക്കൾ വലിയ കൃപയും അഭിഷേകവും അനുഗ്രഹവുമൊക്കെ സ്വന്തമാക്കുകയാണ്. ചിലർ സഹനത്തിലൂടെ കർത്താവിൻ്റെ ചട്ടങ്ങൾ, നിയമങ്ങൾ, കൽപ്പനകൾ അവർ അഭ്യസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹനം വലിയൊരു ആത്മീയ പരിശീലനമാണ് നമുക്ക് നൽകുന്നത്. സഹനം കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുന്നു. കൂടുതൽ തീക്ഷ്ണതയോടെ കർത്താവിനോട് ചേർന്നിരിക്കുവാനായിട്ട്, കൂടുതൽ അഭിഷേകത്തോടെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നീതിയുക്തമായി വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള മാർഗമായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ നമ്മളെ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, സഹനങ്ങൾ ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. നമുക്ക് സഹിക്കാവുന്നതും വഹിക്കാവുന്നതുമായ സഹനങ്ങൾ മാത്രമാണ് ദൈവം നമുക്ക് നൽകുന്നത്. സഹിക്കാൻ നമ്മെ തിരഞ്ഞെടുത്ത ദൈവം സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ താൻ തിരഞ്ഞെടുത്തവനെ സഹായിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സഹനങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഇത് വലിയൊരു വിളിയായിട്ട് നാം സ്വീകരിക്കണം. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് സഹിക്കുവാനായിട്ട്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും കുറവുകളെയും എല്ലാം കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് നാം സഹിക്കുമ്പോൾ അത് വലിയൊരു ആത്മീയ നിർവൃതിയായിട്ട് മാറുകയാണ്, വലിയ അഭിഷേകത്തിൻ്റെ മാർഗമായിട്ട് മാറുകയാണ്. നാം തന്നെ ക്രൂശിതനായ കർത്താവിനോട് ചേർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സഹനത്തിൻ്റെ ഈ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ സഹനത്തോട് നമ്മുടെ കുരിശുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും വേദനകളും മുറിവുകളും കൈപ്പേറിയ നിമിഷങ്ങളുമെല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവ് നമ്മളെ സഹിക്കുവാനായി തിരഞ്ഞെടുത്തപ്പോൾ നമുക്ക് വഹിക്കാവുന്ന കുരിശുകൾ മാത്രമേ കർത്താവ് നൽകുകയുള്ളൂ. അതുപോലെ കുരിശു വഹിക്കുന്ന നിമിഷങ്ങളിൽ ആ കുരിശിന് താങ്ങും തണലുമായിട്ട് നമ്മളെ കൈപിടിച്ച്
കർത്താവിൻ്റെ കുരിശിന് താങ്ങായി മാറിയ ശിമിയോനെ പോലെ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടാവും. ഈ ചിന്തകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സഹനങ്ങൾ നമുക്ക് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കരുണയ്ക്കായിട്ട് കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രോഗികൾ സൗഖ്യപ്പെടട്ടെ. ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം വലിയ ആശ്വാസമായിട്ട് കർത്താവിൻ്റെ കരുണ കടന്നു വരട്ടെ. ജീവിതത്തിലെ വിവിധ വേദനകളാൽ മുറിവുകളാൽ കഴിയുന്നവരെ കർത്താവ് തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്നേഹത്തിൻ്റെ കരുണയുടെ തിരുരക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെയും നമ്മുടെ ജീവിതത്തെയും പ്രത്യേകമായിട്ട് കർത്താവിന് പരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമ്മുടെ കുറവുകളെയും വേദനകളെല്ലാം നമുക്ക് പ്രത്യേകമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ കരുണയായിരിക്കണമേ, എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ജീവിത പങ്കാളിയോടും ഞാനായിരിക്കുന്ന അവസ്ഥയോടും എൻ്റെ കുടുംബത്തിനോടുമൊക്കെ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൻ്റെ ഈ ദീപികാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.